എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ആസ് എ മെൻറ്റർ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് സക്സസ്ഫുൾ ആവുന്നു, നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നു എന്ന് അറിയുന്ന സമയത്ത് നമ്മൾ സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ എന്നൊക്കെ കേൾക്കുന്ന പോലെ നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന സമയത്ത് മുതൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അത് നമ്മൾ പലതവണ ലോസ് വരുത്തിയതിനു ശേഷമേ അത് പഠിക്കുള്ളൂ. പാസ്സായ സമയത്ത് ബാവയുടെ ഫീലിങ്സ് എങ്ങനെയായിരുന്നു? തുള്ളിച്ചാടിയോ? കുറേ നാളുകളായിട്ട് ലോസുകളും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് 2 ഫേസ് കംപ്ലീറ്റ് ചെയ്തൊരു ഫണ്ടഡ് അക്കൗണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എമൗണ്ടിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. ഹായ് എവരിവൺ, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രഫിൻ അക്കാദമി. പുതിയൊരു പോഡ്കാസ്റ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ എൻട്രഫിൻ അക്കാദമി പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ആസ് എ മെൻറ്റർ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് സക്സസ്ഫുൾ ആവുന്നു, നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നു എന്ന് അറിയുന്ന സമയത്ത് എന്തായാലും നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വെൽക്കം ചെയ്യാം. വെൽക്കം ബാവ, വെൽക്കം ടു ഷോ. താങ്ക് യു. ഓക്കെ, സോ ബാവ ഖാൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരായിട്ട് എനിക്ക് തോന്നി. എന്താണ് ഈ ബാവ ഖാൻ? നമ്മൾ സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ എന്നൊക്കെ കേൾക്കുന്ന പോലെ നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന സമയത്ത് മുതൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഫാമിലി പരമായിട്ട് അങ്ങനെ വന്നതാണ്. ബാവ എന്നുള്ളൊരു പേര് കുറച്ച് ഓൾഡായി എന്ന് തോന്നിയപ്പോൾ പേരൻസിന് കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആക്കണം തോന്നിയപ്പോൾ അതിൻ്റെ ഒരു ഖാൻ ചേർത്തു. അത് ആദ്യമേ ചേർത്തായിരുന്നു? ആദ്യമേ ചേർത്തു. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പേര്. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എവിടെ നിന്നാണ്? ഞാൻ മോറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. പഠനമൊക്കെ എങ്ങനെയായിരുന്നു? പഠനം ബികോം ആണ് പഠിച്ചിട്ടുള്ളത്. പഠിക്കുന്ന സമയത്ത് ഇന്നതാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? പഠിക്കുന്ന സമയത്ത് ഒബിയസ്ലി പാരൻസിന്റെ ഒരു താല്പര്യം ഉണ്ടല്ലോ, മക്കള് ഒരു നല്ല ലെവലിൽ എത്തിക്കാണണം എന്നുള്ള രീതിയിൽ. എൻ്റെ പാരൻസിന്റെ താല്പര്യം കൂടുതലും ഗവൺമെന്റ് ജോലി ആയിരുന്നു. കുറേയും എഴുതിയിട്ടുണ്ട്, PSC ടെസ്റ്റ് കാര്യങ്ങളൊക്കെ. പാസ്സായിട്ടില്ല ഇതുവരെ. ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ? ലിസ്റ്റിലും വന്നിട്ടില്ല. ഒരുപാട് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, അത്യാവശ്യം ട്രെയിനിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മളതിൽ നിന്ന് മാറേണ്ട വന്നു. ബാവ നമ്മുടെ ഏത് ബാച്ചിലാണ്? ഞാൻ ഇന്റഗ്രേറ്റഡ് ബാച്ച് തേർഡായിരുന്നു. ബാച്ച് തേർഡാണ്. ഏത് വർഷമാണ് ഓർമ്മയുണ്ടോ? ഏത് വർഷം? 2022 നവംബർ 10-ന്. ഇത്ര കൃത്യമായിട്ട് ഓർക്കാൻ കാര്യം 2 വർഷം മുന്നെയാണ്. കാരണം ഞാൻ ട്രേഡിങ്ങിൽ 3 വർഷം മുന്നെയാണല്ലേ? ഓക്കെ. ഞാൻ ട്രേഡിങ്ങിൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളും കൊണ്ട് അത്ര ഓർത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. ഓക്കെ, ഈ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് എപ്പോഴാണ്? അതിനെപ്പറ്റി ഒരു സ്പാർക്ക് കിട്ടണത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. അതായത് വളരെ ഫ്രീ ആയിട്ട് ഒരാള് ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ലാപ്ടോപ്പും തുറന്നു വെച്ച് ജസ്റ്റ് സ്ക്രീനിൽ ഈ റെഡും ഗ്രീനും ടൈപ്പിലുള്ള ജസ്റ്റ് വരകൾ നോക്കി ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുന്നു. ഏതാണ്ട് 2019 തോന്നുന്നു, ജസ്റ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒബ്വിയസ്ലി അതിനെപ്പറ്റി ഒന്ന് അറിയാനുള്ളൊരു താല്പര്യം അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി കുറച്ച് നോക്കിയെങ്കിലും അതിനെപ്പറ്റി കുറച്ച് നോളജ് പരമായിട്ടൊന്നും യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പറയുന്ന നമ്മുടെ അതിശക്തം സാറ്, ഷാരിഖ് സാറിന്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ട പിന്നെയാണ് 2020 ലാസ്റ്റോടുകൂടിയാണ് ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ അറിയാനും സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങിയത്. അപ്പോൾ ഷാരിഖ് സാറിന്റെ വീഡിയോയിലൂടെയാണ് കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ ബാവ കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ബേസിക് ലെവല് കുറച്ച് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ആ സമയത്ത് ഈ വീഡിയോസ് കണ്ടിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയോ? എന്താണ് ഉണ്ടായത്? വീഡിയോസ് കണ്ടിട്ട് ആദ്യം ഡെമോയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഡെമോ നമുക്ക് അത്ര ഇതല്ല എന്നുള്ള രീതിയിൽ പിന്നെ റിയൽ മണി ആയിട്ട് വന്നു. വലിയ മണിയൊന്നുമില്ല, ജസ്റ്റ് 1000-2000 ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പ്രോഫിറ്റബിളിലേക്ക് ഒരു ലെവലിലേക്ക് എത്താൻ, ഒരു എഡ്ജ് എന്നുള്ള രീതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം തന്നെ ട്രേഡിംഗ് തുടങ്ങിയോ? അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, എവിടെയാണ് സ്റ്റാർട്ടിങ്? ഇന്ത്യൻ മാർക്കറ്റാണ്. എൻ്റെ ഫേവറേറ്റ്, അന്നത്തെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സ് ആയിരുന്നു ടാറ്റ സ്റ്റീലും ടാറ്റ മോട്ടോഴ്സും. ഓക്കെ, എന്തുകൊണ്ടാണ് ഫേവറേറ്റ് ആവാൻ കാര്യം? ലിവറേജസ്, പിന്നെ കുറച്ചുകൂടെ എനിക്ക് അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ചാർട്ട് മൊമെന്റം ഐഡന്റിഫിക്കേഷൻ നല്ലോണം പറ്റണത് ടാറ്റ മോട്ടോഴ്സും ടാറ്റ സ്റ്റീലും ആയിരുന്നു. ഇങ്ങനെ വീഡിയോ കണ്ടതുകൊണ്ട് എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യാൻ പഠിച്ചെടുത്തത്? ഇപ്പം ഒരു വീഡിയോ കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യാൻ
പറ്റുമെന്ന് അറിയാം, പക്ഷെ റിയലായിട്ട് ചെയ്യാൻ പേടി തോന്നിയില്ലേ തുടക്കത്തിലൊക്കെ? റിയൽ ആയിട്ട് കാര്യം റിയൽ മണി വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. റിയൽ മണി വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ യൂട്യൂബിൽ നിന്നും മറ്റുള്ള കാര്യങ്ങൾ പറയും, നമ്മൾ ഒരുപാട് ലോസ് വരുത്തുന്നു, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആരും രക്ഷപ്പെടുന്നില്ല, നമ്മൾ പൈസ ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറയും. സോ പൈസ അവിടെ വച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആ ഉള്ളിലുള്ള ഇത് മാറുള്ളൂ, ഫീല് മാറുള്ളൂ. ഓക്കെ, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണോ, എന്താണ് ചെയ്തത്? ട്രേഡ് ചെയ്യാനാണ് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ടാറ്റ സ്റ്റീല്, ടാറ്റ മോട്ടോഴ്സ് ഇങ്ങനെയുള്ള പേഴ്സ് 1-2 പേഴ്സ് ട്രേഡ് ചെയ്യലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ട്രേഡ് ചെയ്തു തുടങ്ങി. യെസ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് അവസ്ഥ ഉണ്ടായത്? ലാഭമാണോ നഷ്ടമാണോ? ഒരു 10 ട്രേഡ് നമ്മൾ എടുത്താൽ ഒരെണ്ണം മാത്രമാണ് നമുക്ക് ടാർഗറ്റ് ഉണ്ടാവാറുള്ളൂ. സോ ബാക്കി കൂടുതലും SL ഹണ്ട് ചെയ്യുക. പിന്നെ ഒബ്വിയസ്ലി ഒരു 5 to 6 ഡയറക്ഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട് കൂടുതലും. ചില സമയത്ത് SL എടുത്തതിന് ശേഷം ഡയറക്ഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാറ് പതിവ്. ഓക്കെ, ഇതിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നിയോ, അല്ലെങ്കിൽ ഇങ്ങനെ ലോസ് ഉണ്ടായ സമയത്ത് ഇതൊരു ഗാംബ്ലിംഗ് ആണെന്ന് തോന്നിയോ? ഫസ്റ്റ് ഓഫ് ഓൾ ട്രേഡിങ്ങിലേക്ക് വരുന്ന എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഇതിനകത്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ഒബ്വിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഗാംബ്ലിംഗ് പോലെ തന്നെ ആ ഒരു ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുമ്പോഴും കാര്യങ്ങൾ അറിയുമ്പോഴും നമുക്ക് അതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധിക്കും. പഠിക്കാൻ തോന്നി അല്ലേ? ആക്ച്വലി പഠിക്കാൻ തോന്നിയെങ്കിൽ അവിടെ എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത്? പഠിക്കാൻ തോന്നുന്ന ഇൻട്രസ്റ്റ് ഉണ്ടായി എനിക്ക്. കാര്യം ലോസ് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് പറ്റുന്ന പരിപാടി എല്ലാം തോന്നത്തില്ലേ? പക്ഷെ പഠിക്കണം എന്ന് തോന്നാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. പഠിക്കാൻ തോന്നാൻ നമുക്ക് ഒരു 10 ട്രേഡ് എടുത്തതിന് ശേഷം ഒരു ട്രേഡ് നമ്മൾ എത്തുന്ന ഒരു ടാർഗറ്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ് ആണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കുറേ സമയങ്ങളിൽ നമുക്ക് നിർത്തിയിട്ട് പോകാൻ തോന്നുമെങ്കിലും നമ്മളെ ഫ്രണ്ടോട്ട് നയിക്കുന്ന ഒരു ഊർജ്ജം അതിനകത്തുനിന്ന് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്ത കാര്യം, ഇതുപോലൊരു ബിസിനസ് വേറെ ലോകത്തില്ല. കാര്യം നമുക്ക് നമ്മൾ തന്നെയാണ്, നമുക്ക് ഏത് കോണിലിരുന്നും ചെയ്യാം, നമുക്ക് എപ്പോൾ വേണം ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിസിനസ്സും കൂടിയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എനിക്കതാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ച സമയത്ത് നമുക്ക് കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ എവിടെ പഠിക്കണം എന്നുള്ളതാണ് ചിന്ത. ഇപ്പോൾ എൻട്രഫിൻ അക്കാദമിയിൽ എത്തിയ സമയത്ത് ഓക്കെ, അതിന് മുന്നേ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്തോ? ആദ്യമായിട്ട് എൻട്രഫിൻ അക്കാദമിയിൽ വന്നതാണോ? ആദ്യമായിട്ടാണ് എൻട്രഫിൻ അക്കാദമിയിലൊക്കെ വരുന്നത്. ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷെ അവരായിട്ട് എനിക്ക് അത്ര കാര്യമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എൻട്രഫിൻ അക്കാദമിയിലെ ഫസ്റ്റത്തെ അക്കാദമി ഹെഡായിട്ടുള്ള ജോഹർ സാറിനോട് സംസാരിച്ചു. എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് സാറിനോട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും, ആ ലെവലിൽ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനത്തിന് ശേഷമാണ് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത് എൻട്രഫിൻ അക്കാദമിയിൽ. ഓക്കെ, ഇപ്പം ഫിൻ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ആണ് എടുത്തതെന്ന് പറഞ്ഞത്. ഇതെടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഗുണം ഫീൽ ചെയ്തോ? അതായത് 2 കോഴ്സും കൂടെ ഒരുമിച്ച് എടുക്കുന്നു, എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായോ? ഇത് 2 കോഴ്സ് എടുത്തു? 2 കോഴ്സും എടുക്കുന്നതിൽ സ്പെഷ്യലി 2 കമ്മ്യൂണിറ്റിയിലെ മെമ്പറാണ് ഞാൻ. മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് കാര്യങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ 2 ഇതിനകത്തുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ടുള്ള ആൾക്കാരാണ്. ഭയങ്കര നമ്മളെ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്ത് നമ്മളൊരു ചലഞ്ച് കാര്യങ്ങളൊക്കെ പാസ്സായി കഴിയുമ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം. അപ്പം നമ്മുടെ ഫിൻ അക്കാദമിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്തു, പഠിക്കാൻ തുടങ്ങി. നമ്മുടെ മെൻറ്റേഴ്സൊക്കെ അടിപൊളിയാണോ? എന്താണ്, അതായത് പഠിപ്പിക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും? വളരെ അടിപൊളിയാണ്. കാരണം ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഓരോ പ്രോഫിറ്റ്സും നമ്മൾ ഷെയർ ചെയ്യാൻ പറഞ്ഞല്ലോ. നമ്മൾ പ്രോഫിറ്റ്സ് ഓരോ കാര്യങ്ങൾ, അതായത് ഒരു 10 ട്രേഡ് എടുത്തതിൽ 1 ട്രേഡ് ടീപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മെൻറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ നിന്നും വളരെയധികം നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്, ഒരു എനർജി കിട്ടുന്നുണ്ട്. അവർ എനർജി തരുന്നുണ്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന്. അതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഓൾറെഡി പഠിക്കുന്നതിന് മുന്നേ 10 ട്രേഡ് എടുത്തു, അതിൽ 8 ലോസ്, 2 വിജയിക്കുന്നൊക്കെ പറഞ്ഞു. പഠിച്ചു തുടങ്ങിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അതായത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റിലേക്ക് വരാൻ തുടങ്ങിയോ? എവിടെയാണ് ഒരു എഡ്ജ്? നമ്മുടെ കോഴ്സിൽ ഒരുപാട് സ്ട്രാറ്റജി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു മേജർ സ്ട്രാറ്റജിയാണ് SMC എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഒരു എഡ്ജ് കിട്ടിയത്?
എല്ലാവരുടെയും രീതി, പലർക്കും പല രീതിയിലുള്ള സ്ട്രാറ്റജീസാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും. എനിക്ക് കൂടുതലായിട്ട് എഡ്ജ് കിട്ടിയത് SMCയിലേക്ക് വന്നപ്പോഴാണ് കുറച്ചുകൂടി ഇതായിട്ട്. എല്ലാവരും പലരും പല രീതിയിലുള്ളതാണ്. ഇപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് രീതിയിൽ പ്രൈസ് ആക്ഷനൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതായത് എൻ്റെ രീതിയിൽ എനിക്ക് റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷൻ വന്നത് SMCയിലേക്ക് വന്നതിന് ശേഷം. അത് എത്ര സമയം എടുത്തു? എല്ലാവരും വിചാരിക്കും പഠിച്ചു തുടങ്ങിയ ഉടനെ നമുക്ക് പ്രോഫിറ്റബിൾ ആവാം, ശരിയാണോ അത്? ഇല്ല. അപ്പൊ എത്ര സമയം എടുത്തു ആ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടി? ഒരു സ്ട്രാറ്റജി പഠിച്ച് അത് നമ്മൾ എത്രത്തോളം മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, റിയൽ മണി വെച്ചാണെങ്കിലും ഇൻ കേസ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്തുകൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തു, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിയുന്ന ഒരു സമയമുണ്ട്. അത് നമ്മൾ പലതവണ ലോസ് വരുത്തിയതിന് ശേഷമേ അത് പഠിക്കുകയുള്ളൂ. അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഇത് കോഴ്സ് പഠിച്ചത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ട്രേഡർ ആവത്തില്ല. അതെ. ഫിൻ അക്കാദമിയുടെ മെന്റേഴ്സ് കൂടുതലും പറയുന്നത് നമ്മൾ ബാക്ക് ടെസ്റ്റിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്ക് ടെസ്റ്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം ഡേ ട്രേഡിങ്ങിൽ വരുന്ന ഒരാൾ കൂടുതലും 1 ട്രേഡ് 2 ട്രേഡിനുള്ളിൽ SL or TP എക്സിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ് പഠിപ്പിക്കുന്നത്. കൂടുതൽ നമ്മൾ മണി വെച്ച് കൂടുതൽ റിസ്ക് എടുക്കുക എന്നുള്ള കണ്ടീഷനിലേക്ക് വരാത്ത രീതിയിൽ. ഇപ്പം ഫുള്ളി SMC ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പഠിച്ച ആ ഒരു പേപ്പർ SMC ആയിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഭാവിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ടെക്നിക്സ് പുതുതായിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ രീതിയിൽ ഞാൻ മാർക്കറ്റിൽ കുറേ നാളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് അതിന്റെ നെയിംസ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ പലരുടെ അടുത്തൊന്നും പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടേക്കണ ഇത് പ്രകാരം ലിറ്റ് ഒരു രീതിയിലാണ്. അതായത് ഒരു SMC എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. FEG, ഓർഡർ ബ്ലോക്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മളൊരു ലെഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഓർഡർ ബ്ലോക്കിൽ വന്നിട്ടില്ല, എന്തുകൊണ്ട് ഓർഡർ ബ്ലോക്ക് CP ചെയ്തു, ഒരു ലെവൽ എടുത്തു എന്നുള്ള കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വരുത്തിയെടുത്തിട്ടുണ്ട്. അത് ഏത് ലെവലിലേക്ക് പറയണമെന്ന് എനിക്കറിയാമല്ലോ. ഞാനായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പേപ്പർ SMCയിൽ നിന്ന് വളരെ കൃത്യമായിട്ടൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ. ഈ പേരുകളൊക്കെ പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഓർഡർ ബ്ലോക്ക്, FEG അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അങ്ങനത്തെ കുറേ ടേമുകളുണ്ട് SMCയിൽ. അപ്പോൾ പുതിയൊരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന സമയത്ത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല, എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നാം പുതുതായിട്ട് കേൾക്കുന്ന സമയത്ത്. പഠിച്ചു തുടങ്ങിയപ്പം ഫീൽ ചെയ്തു അങ്ങനെ? ആക്ച്വലി ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പേരുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ 1-2 ക്ലാസ് കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അത്രയും ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ. ആർക്കും പഠിക്കാൻ സാധിക്കുന്ന കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന കാര്യം. ആർക്കും പഠിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സൈക്കോളജി പരമായിട്ടും സ്ട്രാറ്റജി പരമായിട്ടും നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ള ലെവലിലാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ. ഫോറക്സ് ആണ് ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോറക്സിൽ ഏതൊക്കെ പേഴ്സിലാണ് ചെയ്യുന്നത്? GBP, USD, JPY. USD JPY-യും GBP USD. ഗോൾഡിലൊന്നും ചെയ്യുന്നില്ല? ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി, മീൻസ് കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് കേൾക്കാറുണ്ട്. എന്തുകൊണ്ടപ്പോൾ ഗോൾഡില് കൂടുതലും ട്രേഡ് ചെയ്യാത്തതിന് കാരണം എൻ്റെ തുടക്കകാലത്ത് എനിക്ക് കുറച്ച് ലോസുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെയറാണ് ഗോൾഡ്. പിന്നെ ഗോൾഡിൻ്റെ ഒരു കറക്റ്റ് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്ക് സെഷനിലാണ് ഗോൾഡിൽ കൂടുതൽ ഒരു നല്ലൊരു മൊമെന്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ന്യൂയോർക്ക് സെഷനിലാണ് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് അതിന്റെ കണ്ടിന്യൂ തന്നെ പറയാം. ഈ 2 പേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സമയങ്ങളാണ്? ഇപ്പോൾ ലണ്ടൻ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്, ഇന്ന സമയത്ത് ചെയ്യില്ല, ഇത്ര സമയം മാർക്കറ്റിൽ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യില്ല, അങ്ങനത്തെ നിബന്ധനകളൊക്കെ ഉണ്ടോ? നിബന്ധനകൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു ഫുൾ ടൈം ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ രാവിലെ ഒരു 9 to രാത്രി 9 വരെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരാളായിരിക്കും എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുക. കറക്റ്റ് ഒരു ഫുൾ ടൈം ട്രേഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ട്രേഡ് ചെയ്യാനൊരു പ്ലാൻ കണ്ടെത്തിയിട്ട് ആ പ്ലാനിൽ അല്ലെങ്കിൽ ആ ട്രേഡിന് എൻ്റർ ആവാനുള്ളൊരു സമയം, മാർക്കറ്റ് അങ്ങോട്ട് എത്താനുള്ളൊരു സമയത്തിന് വെയിറ്റ് ചെയ്ത് ആ ട്രേഡിൽ എൻ്റർ ചെയ്യുക എന്നൊരു സ്റ്റൈലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബാസിം സാറ് സംബന്ധിച്ചിടത്തോളം സാറ് ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസങ്ങളെ ട്രേഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ 12:30 to 1:30 ആ സമയങ്ങളിലാണ് കൂടുതൽ ഇരിക്കുക. സാറ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ലണ്ടൻ സെഷനാണ്. അപ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല. ഓക്കെ. അതെനിക്ക് നല്ലൊരു മെത്തേഡായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം മാർക്കറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കത്തില്ല. ഒരു ദിവസം ഇന്ന റിസ്ക് ഉണ്ടായിരിക്കും, ഇപ്പോൾ ലോസ് ഓർ പ്രോഫിറ്റ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് ഭാവിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഒരു
ഡേ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതലായിട്ട് ഒരു സെഷൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അതായത് ബെറ്റർ ഫുൾ ആയിരിക്കും. ടൈം മാർക്കറ്റിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മെന്റേഴ്സിനെ ഫോളോ ചെയ്യാന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ മെന്റേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പം ബാസിം സാറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മതി, ഇതും നല്ലൊരു മെത്തേഡാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഭാവിക്ക് എന്തെങ്കിലും രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ തുടക്ക കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മെയിൻലി. പിന്നെ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ജോബ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളുണ്ട്. സോ ഞാൻ വളരെ ഇതായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ്, കാരണം മാർക്കറ്റിൽ നിന്ന് കൂടുതൽ കുറേ കാര്യങ്ങൾ പഠിക്കാം എന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു രീതിയാണ് ട്രേഡ് ചെയ്യുന്നത്. തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ ബാസിം സാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു എഡ്ജിലേക്ക് വരാൻ മതി. ഭാവം എത്ര സമയം ഇരിക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാൻ ഒരു മോർണിംഗ് ഒരു 8 o'clock മാർക്കറ്റിൽ നോക്കും. ഫോക്കസ് USD JPY മോർണിംഗിൽ ഏഷ്യൻ സെഷൻസിൽ കൂടുതൽ JPY ഒരു ഇതായിട്ടുള്ള പെയറായതുകൊണ്ട് മോർണിംഗ് അവിടെ കിട്ടുന്നതുകൊണ്ട് നല്ല ഒരു മൊമെൻറ്റം കിട്ടുന്ന ഒരു പെയറാണ് USD JPY ഏഷ്യൻ സെഷനിൽ. ഏഷ്യൻ സെഷൻ എത്ര സമയം മുതൽ? 8 മണിയാണോ? 8 മണി ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യും. നമ്മൾ ആ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഓർഡർ ബ്ലോക്കിലേക്ക് അടുത്തിട്ടുണ്ട്, മാർക്കറ്റ് എത്താറായിട്ടുണ്ട് എന്നുള്ള കൺഫർമേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. സോ ചിലപ്പോൾ ഒരു ലണ്ടൻ ഓപ്പണിങ്ങിൻ്റെ ടൈമിലായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഒരു എൻട്രി കിട്ടുക. കഴിഞ്ഞ വീക്കിൽ ഞാൻ എടുത്തൊരു ട്രേഡ് അങ്ങനത്തെ ഒരു ട്രേഡായിരുന്നു. ലണ്ടൻ ഓപ്പണിങ്ങിൻ്റെ ടൈമിൽ, അത് 11:30 ടൈമിൽ എന്തോ ആണെന്ന് തോന്നുന്നു, ഓപ്പണിങ്ങിൻ്റെ ടൈമിലേക്ക് ആ ടൈമിലായിരിക്കും നമ്മൾ എൻട്രിയിൽ ടേക്ക് ചെയ്യുക. മനസ്സിലായി. അപ്പം അറിയാനൊരു ക്യൂരിയോസിറ്റി, ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സെറ്റപ്സ് ചെയ്യും? ഒരു ടെക്നിക്സ് ആണ്, ടെക്നിക്കൽ അനാലിസിസ് പരമായിട്ടുള്ള സെറ്റപ്സ്. SMC പ്രകാരം നോക്കുമ്പോൾ നമുക്ക് ടൈം ഫ്രെയിമിൽ വീക്ക്, ഡേ, 4 hour അനാലിസിസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്നൊരു കൺഫർമേഷൻ, ഇപ്പോൾ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നൊരു ട്രേഡ് ഞാൻ ഫൈനലി കയറി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു 15 minutes കൺഫർമേഷൻ എടുക്കാറുണ്ട്. ഒരു MS കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മൾ ട്രേഡിൽ എൻ്റർ ആവുക. ഓക്കെ. എല്ലാ ദിവസവും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ? തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ 10 ട്രേഡ് എടുത്താൽ 8 എണ്ണം SL ആയിരിക്കും, 2 എണ്ണം ആയിരിക്കും TP ഉണ്ടാവുക. സോ നമ്മൾ ആ ട്രേഡിൻ്റെ ഒരു ലെവല് നമ്മൾ കുറച്ചത് അവിടെയാണ്. എനിക്ക് വീക്കിലി 2-3 ട്രേഡ്സ് ഒക്കെയാണ് കൂടുതൽ കിട്ടാറുള്ളൂ. 2-3 ട്രേഡ്സ് ഒക്കെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, ഇപ്പോഴത്തെ ഒരു ടൈമിൽ കൂടുതലും 2-3 ട്രേഡ്സിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അത് നല്ലൊരു റേഷ്യോ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും ട്രേഡ് ചെയ്തോളം നിർബന്ധമില്ല, സെറ്റപ്സ് വന്നാൽ മാത്രമേ ചെയ്യൂ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാപ്പ് തുറന്നാൽ ട്രേഡ് അപ്പം ചെയ്യണം. ഒരു ബിഗിനറിന്റെ ഏറ്റവും വലിയ തുടക്കത്തിലുള്ള എനിക്ക് അപ്പം ട്രേഡ് കിട്ടണം എന്നുള്ളതാണ്. ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും പ്രശ്നമില്ല, ട്രേഡ് കിട്ടണം. അതാണ് എല്ലാം വിചാരിക്കുന്നത്. അതിന് ഒരുപാട് മാറ്റം ഭാവിക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഈ ഒരു കോഴ്സസിന്റെ ഭാഗമാണ്. കോഴ്സസിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഇതായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, തീരെ പേഷ്യൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സോ പേഷ്യൻസ് കൂടുതലായിട്ട് വരാൻ കാരണമായിട്ടുണ്ട് കോഴ്സ്. അപ്പം ഫോറക്സിലേക്ക് വന്നു. അവിടെ നമുക്ക് ഓൺ അക്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്സ്, പല കമ്പനികളും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെ ചലഞ്ച് പാസ്സായാൽ മതി. അപ്പോൾ ഏതാണ് ആദ്യം ചൂസ് ചെയ്തത്? ഞാൻ ഓൺ അക്കൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്തത്. സോ നമ്മളൊരു ബിഗിനറാണ്, നമ്മൾ കൂടുതൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇത് ലെവൽ കൊണ്ട് പലതവണ ലോസസുകൾ ഉണ്ടായി, ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് നോക്കിയപ്പോൾ പിന്നീട് ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് മാറുണ്ടായി. സോ ഫണ്ടഡ് അക്കൗണ്ട് നമ്മളൊരു പർച്ചേസ് ചെയ്താൽ തന്നെ ഒരു 1-2 ടെസ്റ്റ് ഉണ്ട്. 1 ഫേസും 2nd ഫേസും വെയിറ്റിംഗ് ഉണ്ട്. ഈ ഫേസ് തന്നെ നമുക്ക് കുറേ പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരും. റിയൽ മണി അല്ലെങ്കിലും പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന അവരുടെ ഒരു മെത്തേഡ്, അവരുടെ ഒരു റൂൾസ് ഉണ്ട്. ആ റൂൾസ് പരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ അങ്ങനെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് ഓൺ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും തോന്നിയിട്ടുണ്ട്. മനസ്സിലായി. ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത സമയത്ത് ഫസ്റ്റിലെ അക്കൗണ്ട് തന്നെ പാസ്സാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര അക്കൗണ്ട് എടുത്തിട്ടുണ്ട്? കറക്റ്റ് കണക്കറിയില്ല, ഏകദേശം ഒരു 25-30 എടുത്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് പഠിക്കുന്ന കാലഘട്ടം. അപ്പം അത്രയും അക്കൗണ്ടിലേക്ക് പോകാൻ എന്താണ് കാരണമായത്? അത്ര അക്കൗണ്ടിലേക്ക് പോകാൻ അവരുടെ റൂൾസ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്താണോ ഫിൻ അക്കാദമിയിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളിൽ 10 കാര്യങ്ങളുണ്ടെങ്കിൽ 5 കാര്യങ്ങളെ ഞാൻ അതിന് ഒരു ട്രേഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 5 കാര്യങ്ങൾ വിട്ടുകളയും. പിന്നീട് നമ്മളത് മെൻറ്റേഴ്സിന് ചാർട്ട് ഷെയർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ മെൻറ്റേഴ്സ് അത് തിരുത്തി തരുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, നമ്മൾ വിട്ടുപോയതാണ് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും അക്കൗണ്ട്സ് എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു
ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്തെന്ന് കരുതിയിട്ട് നമ്മൾ പാസ്സാവണമെന്നില്ല. പക്ഷേ കുറച്ച് അധികം എടുത്തു കഴിയുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും. പിന്നീടായിരിക്കും ഒരു എഡ്ജ് വരാൻ പോകുന്നുള്ളത്. അപ്പോൾ ഫൈനലി ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അക്കൗണ്ട് പാസ്സായി, തന്നെ അത് കമ്മ്യൂണിറ്റി ഷെയർ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം പാസ്സായ സമയത്ത് ഭാവിയുടെ ഫീലിങ്സ് എങ്ങനെയായിരുന്നു? തുള്ളിച്ചാടിയോ? കുറേ നാളുകളായിട്ട് ലോസുകളും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് 2 ഫേസ് കംപ്ലീറ്റ് ചെയ്തൊരു ഫണ്ടഡ് അക്കൗണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എമൗണ്ടിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സായിട്ട് അത്യാവശ്യം ചില്ല് ചെയ്യാൻ കാര്യങ്ങളും പോയിരുന്നു. ഒരു ട്രാവൽ ചെയ്തിരുന്നു കൊച്ചി ബേസ്ഡ് ആയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഹാപ്പിനെസ് ആയിരുന്നു, അറിയാലോ. അങ്ങനെ പേ ഔട്ട് കിട്ടിയ സമയത്ത്, അതായത് പിന്നെ മാസ്റ്റർ അക്കൗണ്ട് കിട്ടി, ദെൻ പേ ഔട്ട് എത്രയാണ് ആദ്യത്തെ പേ ഔട്ട്? ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അക്കൗണ്ടിലേക്കാൾ കൂടുതൽ എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ ഒരു പേ ഔട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ 30 അക്കൗണ്ട്സ് റീച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനിടയിൽ അക്കൗണ്ട് പാസ്സാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ചില അക്കൗണ്ടുകൾ പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് പാസ്സായിട്ട് റൂൾ ബ്രീച്ച് ആയിട്ടുണ്ട്. സെക്കൻഡ് ഫേസ് പാസ്സായിട്ട് റൂൾ ബ്രീച്ച് ആയ അക്കൗണ്ട്സ് മാസ്റ്റർ അക്കൗണ്ടിലേക്ക് ഫെയിൽ ആയിട്ടുണ്ട്. ഇതുണ്ട്. അങ്ങനെ പല പല സ്റ്റേജുകളാണ്. നമ്മൾ ഓരോ കാലഘട്ടം നമ്മൾ പഠിച്ചു വരും തോറും, നമ്മൾ കൂടുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്തെടുത്തും തോറും നമ്മൾ ഓരോരോ മാറ്റങ്ങൾ വന്ന് സമയം കൊടുക്കണം. പേഷ്യൻസ് ഇമ്പോർട്ടൻസ് ആണ്. പേഷ്യൻസ് സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെൻറ്റേഴ്സ് എന്ത് പറയുന്നോ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡെയിലി കറക്റ്റ് ആക്കണം. ജേണലും അതുപോലെ ഇമ്പോർട്ടൻ്റ്. പക്ഷെ മെൻറ്റേഴ്സ് ആ സമയത്ത് പറയുമല്ലോ ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ആ റൂള് റീച്ച് ചെയ്ത് പോകത്തില്ലേ? പക്ഷേ ഫൈനലി നമ്മളത് മനസ്സിലാക്കും, മെന്റേഴ്സ് പറഞ്ഞതാണ് സത്യം. അത് നമ്മൾ പലതവണ ലോസുകൾ വരുമ്പോഴായിരിക്കും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക. നമുക്ക് തന്നെ വരണം, എന്നാലേ നമുക്കറിയുള്ളൂ. ആരെങ്കിലും പറഞ്ഞറിയുമ്പോൾ അത് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കത്തില്ല. നമ്മൾ മെന്റേഴ്സ് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കും മാർക്കറ്റിൽ നടക്കുന്നത്, പക്ഷെ നമ്മൾ ആ സമയത്ത് ഫോളോ ചെയ്യില്ല. നമ്മളാണ് റൂളർ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം ഞാനാണെങ്കിലും സ്റ്റുഡൻസ് ഇത് പഠിക്കാൻ പറ്റുന്ന സമയത്ത് പറയാറുണ്ട്, നമ്മൾ ഒരുപാട് പൈസ ആയിട്ട് വരേണ്ട ആവശ്യമില്ല. ആദ്യം ഈ ഒരു സ്കില്ല്, ഇതൊരു സ്കില്ലാണല്ലോ, ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മന്ത്ലി സാലറിയോ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു 10% അല്ലെങ്കിൽ 20% സേവിങ്സിൽ നിന്ന് ഒരു 5% കൊണ്ട് ട്രേഡ് പഠിച്ചു തുടങ്ങുക. അവിടെ റിസൾട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പലരും ട്രേഡിങ് പഠിക്കാൻ പോവുകയാണ്, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേക്കാം, അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചേക്കാം, സ്ഥലം വിറ്റ് വന്നേക്കാം എന്നൊക്കെ ആ രീതിയിലാണ് പ്ലാൻ ചെയ്തു വരിക. അപ്പം ഞാൻ പറയും ഇങ്ങനെയാണ് ഇതിൻ്റെ ജേണി, ഇങ്ങനെയായിരിക്കും എന്ന് പറയും. എല്ലാവരും ലോസ് വരുത്തിയിട്ടാണിത് റിയലൈസ് ചെയ്യുക. ഭാവിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ വ്യക്തമായെന്ന് പറഞ്ഞാൽ വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എന്താണ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മെൻറ്റേഴ്സ് പറയും കറക്റ്റായിട്ട് പറയുന്ന ലോൺ എടുത്ത് ട്രേഡ് ചെയ്യരുത്, കടം വാങ്ങി ട്രേഡ് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയും. പക്ഷേ ആ ഒരു ലെവല് ചില സമയങ്ങളിലും പലരും എടുക്കുന്നുണ്ട്. ഇൻ കേസ് ഞാൻ ലോൺ എടുത്തിട്ടില്ല, കടം വാങ്ങി ട്രേഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കടം വാങ്ങി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും റിട്ടേൺസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. റിട്ടേൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഫണ്ട് വാങ്ങിച്ചു എന്നുള്ള രീതിക്ക് ചെയ്യുന്നവരുണ്ട്. ഇത്ര ശതമാനം ട്രേഡിംഗ് പഠിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലോ ഒരു ദിവസത്തെ പ്രോഫിറ്റ്സ് കണ്ടിട്ടായിരിക്കാം ഇവര് അടുത്ത ഒരു മന്തില് നമുക്ക് ഈ ഒരു ലെവലിൽ ഡെയിലി ഇങ്ങനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ക്യാഷ് നമുക്കൊരു മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള ചിന്താഗതിയാണ് വരുന്നത്. എക്സാക്ട്ലി അതാണ്. ഇപ്പൊ ഫോറക്സിലെ ആദ്യത്തെ പേ ഔട്ട് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് കിട്ടുന്ന സമയത്തെ എന്താണ് ചെയ്തത്? എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് ഒരു $90 $80 അടുത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ഫോണാണ് പർച്ചേസ് ചെയ്തത്. ബേസിക് ലെവൽ ഫോണാണ് പർച്ചേസ് ചെയ്തത്. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ലോസ് ഉണ്ടായിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും. ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് അതിൽ നിന്നും പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പ്രൗഡ് മൊമെന്റ് ആണ്. അതായത് ഒരു കമ്പനിയുടെ ചലഞ്ച് പാസ്സാക്കി അവര് പറയുന്ന A to Z റൂളും ഫോളോ ചെയ്ത് നമ്മൾ ഒരു കമ്പനിയുടെ ചലഞ്ച് പാസ്സാക്കുമ്പോൾ സന്തോഷമാണ്. നമ്മൾ പാസ്സാവുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. അതെ. അത് ഷോക്കേസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചിലരെ ചെയ്യാറുണ്ട്. കേസ് ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ കൂടുതലായിട്ട് അത് എൻ്റെ സോഷ്യൽ മീഡിയ വഴി ഞാൻ സ്പ്രെഡ് ചെയ്യാൻ ഇത് ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, നമ്മളൊരു അച്ചീവ്മെന്റ് ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ. ഏറ്റവും വലിയ പേ ഔട്ട് എത്രയാണ് എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നിലവിൽ ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ട്സിലാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും വലിയ പേ ഔട്ട് എടുത്താണ് ഏകദേശം $2,100. ഓക്കെ. ഇന്ത്യൻ മണി എത്ര രൂപ? ഇന്ത്യൻ മണി ഏകദേശം 2 lakhs അടുത്ത് വരും. അടിപൊളി. അപ്പം ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി അടിപൊളിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എങ്ങനെ ഹെൽപ്ഫുള്ളായോ? അതായത് മെൻറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ചാർട്ടുകൾ
ഷെയർ ചെയ്യാറുണ്ട്, അതായത് ട്രേഡ് സെറ്റപ്സ് ഷെയർ ചെയ്യാറുണ്ട്, അനാലിസിസ് ഷെയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അവരുടെ ബ്രേക്ക് ഡൗൺ വീഡിയോസുകൾ ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ഉപകാരപ്പെട്ടു? അതിൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 8 o'clock ഞാൻ മാർക്കറ്റിൽ അനാലിസിസ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ മെൻറ്റേഴ്സ് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു ചാർട്ടിൻ്റെ ഒരു അനാലിസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ തിങ്ക് ചെയ്യാൻ പറ്റും. കാരണം മെൻറ്റേഴ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാർട്ടിൻ്റെ ഒരു വ്യൂ ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റും. അത് ഭയങ്കരമായിട്ടുള്ള ഹെൽപ്ഫുൾ ഒരു കാര്യം. പ്ലാൻ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം, ചിലപ്പോൾ കുറച്ചുകൂടെ കൺഫർമേഷൻസ് എടുത്തേക്കാം. ഞാൻ കുറച്ചുകൂടെ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഇതെടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളൊരു ചാർട്ട് ഷെയർ ചെയ്തു, നമ്മളൊരു ട്രേഡ് എടുത്തത് ടാർഗറ്റ് അടിച്ചതിൻ്റെ ചാർട്ട് ഷെയർ ചെയ്തു. പിന്നെ അതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ മെൻറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ കമ്മ്യൂണിറ്റിയുടെ സൈഡിൽ നിന്നും വളരെയധികം നമ്മളെ അപ്രിസിയേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ലഭിക്കലുണ്ട്. ഏകദേശം 15,000-ഓളം സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അത്യാവശ്യം ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ്. ഇപ്പം അടിപൊളിയല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റി? അതെ, വളരെയധികം അടിപൊളിയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളും കൂടെ ഭയങ്കര കുറേ കാര്യങ്ങൾ ന്യൂസ് ടൈമിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അധികം ട്രേഡർ ഓഫ് ദ മന്ത് വരുന്നുണ്ട്, അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലായാലും വരുന്നുണ്ട്, ഫോറക്സിലായാലും വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട്, കുറച്ച് ചാനൽസ് ഉണ്ട്, ലൈവ് സെഷൻ, അഡ്വാൻസ് സെഷൻ, കുറച്ച് ചാനൽസ് ഉണ്ട്. പക്ഷേ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്തിട്ടില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ലെവലിൽ നമ്മൾ എന്ത് സ്ട്രാറ്റജി പഠിച്ച് നമ്മൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നാലും നമുക്ക് അതിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ചാനലുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു അഡ്വാൻസ് ലെവൽ SMC ചെയ്യുന്ന ഒരാൾക്ക്, ഒരു പോസ്റ്റ് മാർക്ക് സെഷനിൽ വന്ന ഒരാൾ, അതായത് മെൻറ്റർ വന്നിട്ട് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്ത് SL അടിച്ചതിന് ശേഷം മെൻറ്ററിനോട് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ആ സെഷനിൽ കയറുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പറ്റിക്കുന്ന ഓരോ തെറ്റുകളും മാറ്റാനുള്ളൊരു കാരണമാണത്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് തീരെ ചെയ്യില്ല എന്നാണോ? എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യാത്തത്? ആൻഡ് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഞാൻ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഡേ ട്രേഡിങ്ങിനായിട്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫോറക്സ് തന്നെയാണ്. അതിനകത്ത് മെയിനായിട്ട് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഫണ്ടിന്റെ ഇഷ്യൂ കൊണ്ടാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് അടിപൊളിയാണ്. അതെ, ഓക്കെ. സ്വിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അങ്ങനത്തെ SIP പോലത്തെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? SIP ഇല്ല, ജസ്റ്റ് കുറെ ഒരു ലോ ലെവലിൽ കിടക്കുന്ന സ്റ്റോക്സ് ഒക്കെ ബൈ ചെയ്ത് വെക്കലുണ്ട്. ഭാവിയിലേക്ക് ആവശ്യങ്ങൾ വന്നേക്കാം. അത് നമ്മുടെ മെന്റേഴ്സ് ഓൾറെഡി പറയുന്ന കാര്യമാണ്. പർച്ചേസ് ചെയ്ത് നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ ഇന്ന് പ്രോഫിറ്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സ് നമ്മൾ നശിപ്പിക്കാണ്ട് ക്യാഷ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഏത് മാർക്കറ്റ് ആണെങ്കിലും അടിപൊളിയാണ്. ഇന്ത്യ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ലതാണ്, ആൻഡ് ഫോറക്സ് ആണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. പക്ഷെ നല്ലൊരു സെറ്റപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണം. അതിനൊരു സമയം, പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ പഠിപ്പിച്ചതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചെടുത്തത് ഫിൻ അക്കാദമിയിൽ വന്നതിന് ശേഷം അതുപോലെ സ്ട്രാറ്റജീസ് പഠിച്ച് അതുപോലെ ട്രേഡിങ്ങിൽ മുന്നോട്ട് പോകേണ്ട ജേണിയിൽ വന്നപ്പോൾ ഞാൻ പഠിച്ചതിൽ മെയിനായിട്ടൊരു കാര്യമാണ് പേഷ്യൻസ്. പിന്നെ രണ്ടാമത്തെ ഉള്ള ഒരു കാര്യമാണ് മാസ്റ്റർ മൈൻഡായിട്ട് ചിന്തിക്കാതിരിക്കുക. നമ്മളായിരിക്കരുത് മാസ്റ്റർ മൈൻഡ്, നമ്മളല്ല മാസ്റ്റർ മൈൻഡ്. മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ പോകണം, മാർക്കറ്റ് ഒരു സെൽ സൈഡ് മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ബൈ ചെയ്ത് SL അടിച്ച് വീണ്ടും അടുത്ത ട്രേഡ് ടേക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ റിവെഞ്ച്, നമ്മളൊരു മാസ്റ്റർ മൈൻഡാന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. അത് ഒരു ബിഗിനർ ട്രേഡറിന് ഏറ്റവും വലിയ ഫസ്റ്റ് പറ്റേണ്ട ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റിസ്ക് മാനേജ്മെന്റ് ആയാലും ഇമോഷൻസ് ആയാലും അതിനൊക്കെ പ്രാധാന്യം വളരെ വലുത് തന്നെയല്ലേ തോന്നിയിട്ടില്ലേ? അതെ, റിസ്ക് നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു ട്രേഡ് ചെയ്യണം, നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഇത്ര % നമ്മൾ ലൂസ് ചെയ്യാവുള്ളൂ എന്ന് നമുക്ക് മെൻറ്റേഴ്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഭാവിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് ആ പ്ലാൻ വരുന്നത്? എത്ര, അതായത് ഇപ്പം 10K അക്കൗണ്ടോ അല്ലെങ്കിൽ 25K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ? ഞാൻ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 50K അക്കൗണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എത്ര % ആണ് പെർ ഡേ ഞാൻ റിസ്ക് എടുക്കുന്നത്? 1% പോലും ചില സമയങ്ങളിൽ റിസ്ക് എടുക്കാറില്ല. ഇൻ കേസ് ഒരു ന്യൂസിന് ശേഷമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഫോറക്സിൻ്റെ ഒരു ബേസിലാണെങ്കിൽ പിപ്പ് മൂവ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും. സോ ലോഡ് സൈസ് ഞാൻ കട്ട് ചെയ്യും. സോ ഏഷ്യൻ സെഷൻ്റെ ടൈമിലാണെങ്കിൽ പിപ്പ് മൂവ്മെന്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ലോഡ് സൈസ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് റിസ്ക് കുറവായിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു $250-200 റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് സെഷനിൽ നമുക്ക് അത്ര റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ലോട്ട് ചിലപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടായിരുന്നില്ല, 0.5 ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനനുസരിച്ചാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നത്. പുതിയ ടെക്നിക്സ് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ?
അതായത് നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം വിന്നിംഗ് റേഷ്യോ കൂട്ടണം അല്ലേ. 10 ട്രേഡിൽ 10 നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റണം എന്നില്ല അല്ലേ. 10ൽ 9 8 വിജയിക്കാൻ പറ്റിയാൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ട്രേഡറാണ്. അപ്പം ആ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡെയിലിയോ വീക്കിലിയോ എന്തെങ്കിലും ടെക്നിക്സോ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ടെക്നിക്സ് ആയിട്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും പഠിക്കാൻ, പിന്നെ ബാക്ക് ടെസ്റ്റ് ഞാൻ നല്ലോണം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ 24 hours സ്ലീപ്ലെസ് നൈറ്റ് കൊടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കുറച്ചൊക്കെ എന്നെ ഓർമ്മ വരുന്നത്, ഞാൻ 2 മണിക്കും 3 മണിക്കൊക്കെ ഇരുന്നിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് ലോസ് ആയി കഴിയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ബാക്ക് ടെസ്റ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ബാക്ക് ടെസ്റ്റാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇൻ കേസ് എൻ്റെ ഒരു ട്രേഡ് കറക്റ്റ് ടാർഗറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് മെൻറ്റേഴ്സിനോട് ചോദിക്കും. അത് കൂടാണ്ട് എന്തുകൊണ്ടാണ് പറ്റിയേക്കണേന്ന് കണ്ടെത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഈ ബാക്ക് ടെസ്റ്റിങ്ങും ദെൻ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതും രണ്ടാണ്. അപ്പോൾ അവിടെ ആ കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അതായത് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, അതായത് ഓൾറെഡി എന്ത് സംഭവിച്ചു നമുക്കറിയാം, ദെൻ ലൈവ് മാർക്കറ്റിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ മാനേജ് ചെയ്യുന്നത്? അത് കൂടുതലും മാനേജ് ചെയ്യുന്നത് നമ്മൾ ട്രേഡ് എടുക്കുക. നമ്മൾ കുറച്ച് റൂൾസ് ഉണ്ട്, നമുക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ട്. ട്രേഡിംഗ് പ്ലാൻ അത് SMC ആണെങ്കിലും പ്രൈസ് ആക്ഷൻ ആണെങ്കിലും എന്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കും SL എവിടെ വെക്കണം, എങ്ങനെ എൻട്രി എടുക്കണം, അതുപോലെ റിസ്ക് എത്രത്തോളം കീപ്പ് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടാവും. എൻ്റെ മെയിനായിട്ടുള്ളത് ലോഡ് സൈസിങ്, SL കീപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ 4 hour ലെഗിൽ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി ആ ഓർഡർ ബ്ലോക്കിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു പേഷ്യൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാനിൽ മെയിനായിട്ടുള്ളത്. വളരെ വലിയ ട്രേഡിംഗ് പ്ലാൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ എൻ്റെ ബാക്ക് ടെസ്റ്റിലും ഫ്യൂച്ചറിൽ കുറേ മിസ്റ്റേക്കുകളിൽ ഞാൻ ട്രേഡിംഗ് പ്ലാൻ വെട്ടിച്ചുരുക്കി വളരെ ചെറിയൊരു ട്രേഡിംഗ് പ്ലാൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്, സാധ്യതകളാണ്. അതായത് നമുക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ സംഭവിക്കാം. ഇന്നലെ ഇങ്ങനെ സംഭവിച്ചെന്ന് കരുതിയിട്ട് നാളെ അതുപോലെ തന്നെ സംഭവിക്കണമെന്ന്, അല്ലെ സെയിം സെറ്റപ്പിൽ അങ്ങനെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ സ്ട്രാറ്റജീസുകൾ പലപ്പോഴും ഫെയിലിയർ ആവാം. അതെ. അപ്പോൾ അവിടെ റിസ്ക് മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടൻ്റ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ ആ ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻസ് ആണ്. ഭാവ എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യാറുള്ളത്? മീൻസ് 1:2 എത്ര റേഷ്യോയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 1:3 ലെവലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ എൻ്റെ പ്ലാൻ 1:7, 1:10. സോ അല്ല, നമ്മുടെ മെന്റേഴ്സ് പഠിപ്പിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 1:2 എങ്കിലും ഉണ്ടാവണം. അതായത് റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 പ്രോഫിറ്റ് എടുക്കണം. അതാണ് ഒരു തിയറി, ബേസിക് തിയറി അതാണ്. അപ്പൊ അവിടെ ഭാവ 1:3ലേക്കും 4ലേക്കും 5ലേക്കും പോവാൻ അപ്പൊ അത്രത്തോളം നല്ലൊരു സെറ്റപ്സ് ഭാവിക്ക് കിട്ടുന്നോണ്ടായിരിക്കാം. അതായത് അത്രയും പ്രോബബിലിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കണ്ടെത്തിയത് ഭാവ? അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? അതായത് ടൈം ഫ്രെയിം അനാലിസിസ് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിലേക്ക് അനാലിസിസിന് പോവാം. ഏത് ടൈം ഫ്രെയിം യൂസ് ചെയ്യും? 4 hour ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അനാലിസിസ് പോവാം. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റിസ്ക് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട്. 4 hour ലെഗിലേക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു SL കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SL അടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ചെറിയ ടൈം ഫ്രെയിം ആകുമ്പോൾ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. ഇൻ കേസ് ഒരു ന്യൂസൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ജസ്റ്റ് ഒരു സ്വീപ്നെസ്, ഒരു ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ചെറിയൊരു ഇത് കൊണ്ട് നമ്മുടെ സ്പ്രെഡ് SL എടുത്തേക്കാം, ഇങ്ങനെ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ബിഗർ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഒരു 4 hour ഡേയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അവിടെ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും ബേസിക് ലെവലിൽ നോക്കുമ്പോൾ ഒരു 1:3 ആണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഈ 1:3 ശേഷം ഞാൻ എൻ്റെ ഒരു 75% എൻ്റെ ലോഡ് സൈസ് ഞാൻ ബുക്ക് ചെയ്യും. ബാക്കിയുള്ളതായിരിക്കും ഞാൻ 1:7ലേക്ക് റിസ്ക് ഫ്രീ ആക്കും. ചിലപ്പോൾ ലോസ് വാങ്ങി, അതായത് കോസ്റ്റ് വെക്കുവോ? SL ചിലപ്പോൾ ബ്രേക്ക് ഈവൻ സ്റ്റേജിലേക്ക് വെക്കും. ഇൻ കേസ് ഒരു തീരുമാനമില്ല അല്ലെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു മൊമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ചുകൂടെ അപ്പാക്കി വെക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഫുള്ള് റൈഡ് ചെയ്യും. എത്രത്തോളം റൈഡ് ചെയ്യും? മാക്സിമം നമ്മളൊരു ടാർഗറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഒരു വലിയൊരു ലെഗിന്റെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഒരു എക്സ്റ്റേണൽ ലെവൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ലെവൽ വരെ റൺ ചെയ്യും. ഈ ലിക്വിഡിറ്റി എന്നൊരു പേര് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ലിക്വിഡിറ്റി എന്ന് പറയാം? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ്. ശരിക്കും പറഞ്ഞു ക്യാഷ് ആണ്. അത് ഒരു
നമ്മൾ മാർക്കറ്റിലെ നമ്മളെ മെൻറ്റേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പറയലുണ്ട്, നമ്മൾ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു കടൽ നോക്കിക്കഴിഞ്ഞാൽ ആ കടലിലെ ചെറിയ ഫിഷാണ് നമ്മൾ. വലിയ വലിയ തിമിംഗലം, സ്രാവ് അങ്ങനെയുള്ള സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്. അവര് ഒരു ഇന്ന ഒരു ഏരിയയിൽ നിന്ന്, ഒരു നിശ്ചിത ഏരിയയിൽ നിന്ന് ബൈനും സെല്ലിനും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു ഏരിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് സാധാരണ റീറ്റെയിൽ ട്രേഡർ, എന്നെയും മറ്റുള്ള ആളുകളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മൊമെന്റത്തിന്റെ ഒരു ഫേക്ക് ഔട്ട് കാണിക്കും. ഒരു നിശ്ചിത ലെവലിൽ ഒരു ഇത് കാണിക്കും, ഒരു പെർഫെക്ഷൻ ലെവൽ കാണിക്കും. ആ ഒരു ലെവലിൽ കുറെ ക്യാഷ് ബിൽഡ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ബൈ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ ഒരു ബൈ സൈഡ് മൊമെന്റം തന്ന് അവിടെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ എൻ്റർ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ആ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ SL എവിടെയാണുള്ളത് അങ്ങോട്ട് മൂവ് ചെയ്യും. അതാണ് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റിയ പറഞ്ഞാൽ. മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ആഡ് ആവുന്ന സമയത്ത് അവരുടെ SL എവിടെയാണുള്ളത് അവിടെ ബിഗ് പ്ലേയേഴ്സ് വന്ന് മാർക്കറ്റിന്റെ SL ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ റീറ്റെയിലറിന്റെ ക്യാഷ് എവിടെയാണുള്ളത് അതാണ് ലിക്വിഡിറ്റി കറക്റ്റായിട്ട് പറഞ്ഞു. റീറ്റെയിലറിന്റെ ക്യാഷ് എവിടെയാണ് ഡംപ് ചെയ്ത് കിടക്കുന്നത് അതായിരിക്കും ലിക്വിഡിറ്റി. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഫോളോ ചെയ്തിട്ടാണ് ബാബ ട്രേഡ് ചെയ്യാറ്. SMC ഫോക്കസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ട്രേഡിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. SMC ലിക്വിഡിറ്റി എവിടെ ഉണ്ടോ ലിക്വിഡിറ്റിയുടെ മൂവ്മെന്റ് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോഴും ലിക്വിഡിറ്റി മൂവ്മെന്റും തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എവിടെയാണ് ഗ്രാഫ് നടക്കുന്നത് ആ ഒരു ലെവലിൽ നമ്മൾ ട്രേഡ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെയോ ഒരു 10 pips താഴെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SL അടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അത് SMCയിൽ കുറച്ചുകൂടി ഇതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ബാബയുടെ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചു. വളരെയധികം സന്തോഷം. ഇതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് സക്സസ്ഫുൾ ആവട്ടെ, നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഇപ്പം നമ്മുടെ വ്യൂവേഴ്സിനോട് വ്യൂസ് ഉണ്ടായിരിക്കും, അതുപോലെ ട്രേഡ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും, അവരോട് ബാബയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ അക്കാദമി ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ? ഞാൻ എൻട്രിഫിൻ അക്കാദമിയിൽ വന്ന സമയത്ത് എനിക്ക് ട്രേഡിങ്ങിനെ പറ്റി അവിടെ ഇവിടെ കുറേ നോളജുകളാണ് ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് കൂടുതൽ ക്ലാരിഫൈ കിട്ടിയത് ഫിൻ അക്കാദമിയിൽ വന്നതിന് ശേഷമാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർ സാറിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള, അതായത് നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് ആ സ്ട്രാറ്റജിയിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലായത് എൻട്രിഫിൻ അക്കാദമിയിൽ വന്നതിന് ശേഷം. അതുപോലെ നമ്മൾ SL വയ്ക്കുക, അതുപോലെ റിസ്ക് മാനേജ് ചെയ്യുക. നമ്മൾ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം ആ ട്രേഡ് ലോസ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ അത് മാനേജ് ചെയ്യണം, നമ്മുടെ ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിൻ അക്കാദമിയിൽ വന്നതിന് ശേഷമാണ് പഠിച്ചത്. സോ ഒരു ബിഗിനർ ട്രേഡർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് ഫിൻ അക്കാദമിയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റും പഠിപ്പിക്കുന്നുണ്ട്, ഫോറക്സും പഠിപ്പിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതെ. ആൻഡ് ഷാരിഖ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഫിൻ അക്കാദമി അടിപൊളിയാണ്, അതിശക്തം തന്നെ പറയാൻ സാധിക്കും അല്ലേ? ആൻഡ് സന്തോഷം. ഇപ്പം നമ്മുടെ എൻട്രിയുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് തരാൻ വിചാരിക്കുവാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ ഇതുവരെ നല്ല മൊമെൻറ്റുകൾ ഷെയർ ചെയ്ത നമ്മുടെ സ്റ്റുഡൻറ്റ് ബാവയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് ഇതുപോലുള്ള പോഡ്കാസ്റ്റ് ഇനിയും ഉണ്ടാകുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.